ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര ഒരു കടുത്ത തീരുമാനം എടുക്കുവാണ്. സുധിയും ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സ്, അത് കഴിഞ്ഞിട്ട് സുധിയെ വേറെ കെട്ടിക്കാനാണ് ചന്ദ്രയുടെ പ്ലാൻ. അതും നല്ല ഒറിജിനൽ പണക്കാരിയെ കൊണ്ട് തന്നെ കെട്ടിക്കാനാണ് ചന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വക്കീലിനെ വരെ കാണാൻ ഒരുങ്ങുവാണ് ചന്ദ്ര. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോഴേക്കും രവീന്ദ്രന് ഭയങ്കര ടെൻഷൻ കയറുവാണ്. കാരണം സുധിക്ക് ശ്രുതിയെ ഭയങ്കര ഇഷ്ടമാണ്. ചന്ദ്രയെ പേടിച്ചിട്ടാണ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാത്തതെന്നും വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ചന്ദ്ര മാത്രം അത് മനസ്സിലാക്കുന്നില്ല. ചന്ദ്ര ഈ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും ശ്രുതിക്കും അതുപോലെ തന്നെ ടെൻഷൻ കയറുന്നുണ്ട്. ശ്രുതിക്ക് വേറൊരു വിവാഹം വേണ്ടെന്നും ശ്രുതിയെ മാത്രം വേണമെന്നും ചന്ദ്രയോട് പറയണമെന്നുണ്ട്. പക്ഷേ അമ്മയെ പേടിച്ചിട്ട് ശ്രുതി അതൊട്ടും പറയുന്നുമില്ല. അങ്ങനെ ശ്രുതി ഭക്ഷണവും കഴിക്കാതെ വേറെ ഏതോ ലോകത്ത് നടക്കുന്ന പോലെയൊക്കെയാണ് നടക്കുന്നത്. രവീന്ദ്രൻ ഇത് കാണുമ്പോഴേക്കും മകൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ഹൃദയത്തിന് ഭാരം കൂടി വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ ഒരു തീരുമാനം എടുക്കുവാണ്. നാട്ടിൽ നിന്നും അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം. ഈ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അമ്മ വരണം എന്ന് രവീന്ദ്രൻ തീരുമാനിക്കുവാണ്. സച്ചിയും രേവതിയും എല്ലാവരും ആ തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ട്. ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നത്? അതൊന്നും വേണ്ട, ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ഞാനാ, എൻ്റെ തീരുമാനമാണ്, ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കുമ്പോഴേക്കും രവീന്ദ്രൻ കേൾക്കുന്നില്ല. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇവരെ പിരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതെങ്കിലും അമ്മയെ അറിയിക്കണ്ടേ? നീ തീരുമാനം എടുത്തോ, അമ്മയുടെ തീരുമാനവും അറിയണം. കാരണം അമ്മയാണ് ഈ വീട്ടിലെ കാരണവർ. അമ്മയോട് ചോദിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീട്ടിൽ നിന്നും പോവാണ്. രവീന്ദ്രൻ പോകുന്നതിന് മുമ്പ് വീട്ടിലൊരു ബഹളം തന്നെ നടക്കുന്നുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് അച്ചമ്മ വീട്ടിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ. ചന്ദ്ര പറയുന്നുണ്ട്, അവൾ എൻ്റെ മരുമകളാ, അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനാ, അല്ലാതെ നിങ്ങളുടെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവളുടെ അമ്മായിയമ്മ നീ ആയിരിക്കും, പക്ഷെ നിന്റെ അമ്മായിയമ്മ എൻ്റെ അമ്മയാ, അതുകൊണ്ട് അമ്മയ്ക്കും ഇതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര കേൾക്കുന്നില്ല. ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ഞാൻ അവളെ തലയിൽ കയറ്റി വെച്ചാ നടന്നത്, എന്നിട്ട് അവൾ എന്നെ ചവിട്ടി അരച്ചു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളെങ്ങാനും എൻ്റെ മുമ്പിലോട്ടെങ്ങാനും വന്ന് നിന്നാൽ പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ ഒരു പിടിയുമില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവളോട്. അതൊന്നും തടയരുതെന്ന് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, ആദ്യം നമുക്ക് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അമ്മ വരട്ടെ, അമ്മ വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്നൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയുവാണ്. ചന്ദ്രക്ക് പക്ഷേ രവീന്ദ്രൻ്റെ ഈ തീരുമാനം ഒട്ടും ഇഷ്ടാവുന്നില്ല. പക്ഷേ രവീന്ദ്രൻ സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുത്തിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സച്ചിയും കൂടെ വരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ കേൾക്കുന്നില്ല. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരെ മാത്രം ഒറ്റക്കിട്ട് നീയും കൂടി വരുന്നത് ശരിയല്ല, ഈ അവസ്ഥയിൽ നീയും ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് രവീന്ദ്രനാണ് അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്നത്. സുധി ആണെങ്കിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായവും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുവാണ്, അങ്ങനെ ഒരു ബൊമ്മയെ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അച്ചമ്മയും കൂട്ടി രവീന്ദ്രൻ വീട്ടിലോട്ട് വരുവാണ്. ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം കയറി നിൽക്കുവാണ്. അച്ചമ്മ വരുന്നതും സുധിയെ വിളിച്ചിരുത്തുന്നുണ്ട്. എടാ സുധി, നിനക്കില്ലാത്ത ശീലമൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ, എന്താടാ ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് നിൽക്കുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ? ഇത്രയും നാളായിട്ട് എൻ്റെ മകൻ ഒരു മനപ്രയാസം പോലും എനിക്ക് തന്നിട്ടില്ല. അവരുടെ മക്കൾ തന്നെയല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ? അവൻ ഇപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സുഖമില്ലാത്തവനാ എൻ്റെ മകൻ, ഹാർട്ട് ഓപ്പറേഷൻ വരെ കഴിഞ്ഞിരിക്കുക. അവൻ ഈ പ്രായത്തിൽ ഇത്രയും ടെൻഷനും പ്രഷറും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത് എന്തിനാ? അവൻ്റെ മക്കൾ തന്നെയല്ലേടാ നിങ്ങൾ എന്താ ഇങ്ങനെ പോയതെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് സുധിയോട്. സുധി അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുവാണേ. അപ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ, ഞാൻ നിന്റെ ഭാര്യയെക്കുറിച്ചാണ് ചോദിച്ചത്, അല്ലാതെ വേറൊരു മനുഷ്യനെ പറ്റിയോ ഒരു സ്ത്രീയെ പറ്റിയോ ഒന്നുമല്ല. ഭാര്യ എവിടെയാണെന്ന് അവൻ അറിയില്ലെന്ന്. എന്താടാ സുധി നീ ഇപ്പോഴും ഇങ്ങനെ? നിനക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ തീരുമാനമോ ഒന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ചമ്മേ, അവൾ വേറെ എവിടെ പോവാനാ? അവൾ ആ മീരയുടെ വീട്ടിൽ കാണും, അവൾക്ക് അവളല്ലാതെ ഇനി വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എന്നാ നീ അവളെ ഇപ്പം തന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ സുധി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയും, നീ അവളെ ഒന്നും നോക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ ഉടനെ തന്നെ അവളെ വിളിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ വേറെ നിവർത്തിയില്ലാതാവുമ്പോഴേക്കും സുധി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയെ വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുക്കുന്നില്ലേ. ശ്രുതിയുടെ കോള് കാണുന്നുണ്ട്, പക്ഷെ ശ്രുതി കോളൊന്നും എടുക്കുന്നില്ല. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ചന്ദ്രനോടായിട്ടാണ് പിന്നീട് അച്ചമ്മയുടെ ചൂടാവൽ മുഴുവൻ. എൻ്റെ ചന്ദ്രേ, നീ എന്തായി കാണിക്കുന്നത്? നീ ചെറുപ്പക്കാരിയാണെന്നാണ് നിൻ്റെ വിചാരം? ഒരു പ്രശ്നം വീട്ടിൽ നടക്കുമ്പോൾ അതിൽ തീരുമാനം എടുക്കേണ്ടവളാ നീ തന്നെ ഈ പ്രശ്നം വഷളാക്കുവാണല്ലോ. നീ എന്താ നിൻ്റെ മോനെ കൊണ്ട് ഡൈവേഴ്സ് ചെയ്യിപ്പിച്ചിട്ട് വേറെ കെട്ടിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവൾ പണക്കാരിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പറ്റിച്ചത്, അതുകൊണ്ട് തന്നെ ഞാനൊരു പണക്കാരിയെ കൊണ്ട് തന്നെ എൻ്റെ മോനെ കെട്ടിക്കും. അവനെന്താ വേറെ പെണ്ണൊന്നും കിട്ടില്ലേ? ഞാൻ നല്ലൊരു പെണ്ണിനെ കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും
അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രയെ കെട്ടിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിന്നെ പേടിച്ചിട്ടാ അവൻ ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാത്തത്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതി ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര സമ്മതിച്ചു കൊടുക്കുന്നില്ലേ? ചന്ദ്ര പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ലമ്മേ, അവൻ എൻ്റെ മകന്, അവൻ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ, അവൻ അവളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി ആ ടൈമിൽ വന്ന് പറയുന്നുണ്ട്, ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നീ അങ്ങോട്ട് നേരിട്ട് പോയി കൂട്ടിക്കൊണ്ട് വാ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ പ്രശ്നത്തിൽ തെറ്റുകാരൻ ഞാനല്ല, അവളുടെ മുമ്പിൽ പോയി ചെറുതായി നിൽക്കാനൊന്നും ഞാനില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, അന്ന് നീ ഒന്നുകൂടെ വിളിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി വീണ്ടും വിളിക്കുമ്പോഴേക്കും ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. ശ്രുതി ഫോൺ എടുക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മ വരുന്നുണ്ട്, അച്ചമ്മ വന്നിട്ടുണ്ട്, നീ എളുപ്പം വീട്ടിലോട്ട് വരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഓഹോ, അപ്പോൾ ശ്രുതിക്ക് തോന്നിയിട്ടല്ലല്ലേ എന്നെ ഇപ്പോൾ ഫോൺ വിളിച്ചത്, അച്ചമ്മ പറഞ്ഞിട്ടാണല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലേ, നീ എളുപ്പം ഇങ്ങോട്ടേക്ക് വരണം, അച്ചമ്മയാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വരാം ശ്രുതി, കാരണം ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറാൻ ഒരു അവസരം നോക്കി നിൽക്കുവാണല്ലോ ശ്രുതി, അതുകൊണ്ട് തന്നെ വരാമെന്ന് പറയുവാണ്. പക്ഷേ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, ഈ അവസരത്തിൽ ഡിമാൻഡ് ചെയ്യാമോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ റിക്വസ്റ്റൊക്കെ പറയുവാണ്. ഞാൻ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൻറ്റി എന്നെ തല്ലാനോ ചീത്ത പറയാനോ പാടില്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഒന്നും മിണ്ടാതെ ഫോണിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ശ്രുതി പറയുക അവൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അമ്മ അവളെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഞാനല്ലേ ഇവിടെ ഉള്ളത്, അവൾ എന്ത് ചെയ്യാനാ, ശ്രുതിയോട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയുവാണ്. ചന്ദ്രയ്ക്ക് കേൾക്കുമ്പോഴേക്കും ദേഷ്യം അങ്ങോട്ട് കയറി വരുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ അച്ഛമ്മ നോക്കിക്കോളും, നീ ഇങ്ങോട്ടേക്ക് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നെ തല്ലാനുള്ള അവകാശം നിനക്കുണ്ട്, എന്നെ ചീത്ത പറയാനുള്ള അവകാശവും നിനക്കുണ്ട്, പക്ഷെ നിൻ്റെ അമ്മയ്ക്കില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. വരാമെന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ചന്ദ്രോദയത്തിൽ എല്ലാവരും ശ്രുതിക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസരത്തിലൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്, അവളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നെങ്ങാനും നിന്നാൽ എൻ്റെ സ്വഭാവം തന്നെ മാറും, എന്നെ ആരും തടയാൻ നിൽക്കരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചന്ദ്ര ഇങ്ങനെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ശ്രുതി ചന്ദ്രോദയത്തിലോട്ട് എത്തുമ്പോഴേക്കും വാതിക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്, കയറാൻ മടിയായിട്ട്. അപ്പോഴേക്കും അച്ചമ്മ പറയും, ശ്രുതി നീ പോയി അവളെ വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും അകത്തോട്ട് വരാൻ പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ, അകത്തോട്ട് വാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി കയറുന്നില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മേ, അവനായിട്ട് തോന്നിയിട്ടല്ല ഇപ്പോഴും വിളിക്കുന്നത്, അച്ചമ്മ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നതെന്ന് പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്താടാ ശ്രുതി ഇത്, ശ്രുതി അകത്തോട്ട് കയറി വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പയ്യെ മുഖവും കുനിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരുവാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല, ചന്ദ്രക്ക് അതിൻ്റെ അപ്പുറത്തെ ദേഷ്യം ഇങ്ങനെ കയറി വന്ന് ആ സോഫയിൽ അങ്ങനെ ഇരിക്കുവാണ്. ശ്രുതിയെ കാണുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എടാ ശ്രുതി, ഈ പ്രശ്നത്തിൽ ഇവളെ പോലെ തന്നെ നീയും നിൻ്റെ അമ്മയും കുറ്റക്കാരിയാണ്. ഈ വീട്ടിൽ താമസിക്കാൻ വന്ന മകളാണ് അവൾ, അതായത് ഈ വീട്ടിലെ മരുമകൾ, അവളുടെ വീടിന് മുതൽ ഇതാ. പക്ഷേ നീയോ, നിൻ്റെ അമ്മ അവളെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കുന്നത് നോക്കിക്കൊണ്ടു നിന്നു. നീ ഒരു ഭർത്താവാണോടാ, നിൻ്റെ ഭാര്യയല്ലേ അത്, നിനക്കത് തടഞ്ഞൂടെ, നീ എന്താടാ ശ്രുതി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ വീണ്ടും ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രയോടും പറയുന്നുണ്ട്, എന്താ ചന്ദ്രയതേ, നിൻ്റെ മരുമകളല്ലേ അവളെയാണോ നീ കഴുത്ത് പിടിച്ച് പുറത്താക്കുന്നത്, നിനക്കവളെ ചീത്ത പറയാം, പക്ഷെ ദേഹത്ത് കൈവെക്കാനുള്ള ഒരവകാശവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര തിരിച്ചു മറുപടി പറയുന്നുണ്ട്, പിന്നെ ഇത്രയൊക്കെ കള്ളത്തരം ചെയ്ത അവളെ ഞാൻ മടിയിലിരുത്തി കൊഞ്ചിക്കണോ, അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര എൻ്റെ അമ്മയോട് ഇങ്ങനെ തട്ടിക്കയറുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, തട്ടിക്കയറിയതൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞതാ, അവൾ എന്തൊക്കെ കള്ളങ്ങളാണ് ഇവിടെ വന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കണ്ടത്, ഇവളെയാണ് ഞാൻ കൂടുതൽ സ്നേഹിച്ചത്, എൻ്റെ തലയിൽ കയറ്റി വെച്ചു, അവൾ തന്നെ എൻ്റെ കഴുത്തറക്കുന്ന പ്രവൃത്തിയാ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയൊന്നും മിണ്ടുന്നില്ല, തലയും കുമ്പിട്ട് തന്നെ അങ്ങനെ നിൽക്കുവാണ്. ചന്ദ്ര ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്, നിനക്ക് അവളോട് എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആ കള്ളി അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, വീണ്ടും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ നോക്കും, ഇത്രയും നാൾ കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു, ഇനി അതിന് ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് ചന്ദ്ര ഉറപ്പിച്ച് തന്നെ പറയുവാണ്. എന്നിട്ട് രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി, അടുക്കളയിൽ നിന്ന് നീ ആ ചൂട് ചട്ട കൊടുത്തുകൊണ്ട് വന്നേ, എനിക്ക് ആ കള്ളം പറയുന്ന നാവ് പൊള്ളിക്കണം എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയാണ് ഇത് പറയുന്നത്, ശ്രുതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഡൊമസ്റ്റിക് വയലൻസാ, ആൻറ്റിയെ പോലീസ് പിടിച്ചുകൊണ്ടും പോകുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണേ. നിന്നോട് ഞാനിപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചോ, നീ അവിടെ വായടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ ദേഷ്യം വീണ്ടും കടിച്ചമർത്തി അങ്ങനെ നിൽക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇവിടെ ആരും ആരുടെയും നാക്കൊന്നും പൊള്ളിക്കാൻ പോകുന്നില്ല, ചന്ദ്രൻ ഞാൻ നിന്നോട് വീണ്ടും പറയുക, പ്രശ്നം വഷളാക്കുമല്ല വേണ്ടത്, അതെങ്ങനെ ഒത്തു
ഒത്തുതീർപ്പാക്കാമെന്ന് നോക്കണം. നീയല്ലേ ഈ കുടുംബത്തിൻ്റെ വഴികാട്ടി, നീയല്ലേ ഇവർക്ക് ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് നീ തന്നെയാണ് ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. എത്ര നാളൊരു പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടും? അതിൻ്റെ കാരണങ്ങൾ തിരക്കി അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. ഇങ്ങനെയല്ല ചന്ദ്രേ, നീ ഇനിയെങ്കിലും നിൻ്റെ പ്രായത്തിനൊത്തുള്ള പെരുമാറ്റം കാണിക്കുക പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, അമ്മ എന്താ, ഞാനാണ് ഈ പ്രശ്നത്തിൽ തെറ്റുകാരി എന്ന പോലെയാണല്ലോ അമ്മ പറയുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ശരിയായിട്ടുള്ളത് തന്നെയാണ് ചെയ്തത്. എനിക്കിപ്പോഴും ഇവളെ കാണുമ്പോൾ ദേഷ്യം അങ്ങോട്ട് കയറി വരിക. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. സുധി, നീ അവളെ പോയി തല്ലടാ, ഒരടി കൊടുക്ക്, അത് കണ്ടാൽ എനിക്ക് സമാധാനം ആവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുധിക്ക് പേടിയാവുകയാണ്. ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നോട് തല്ലാനോ എന്നുള്ളൊരു ഭാവത്തിൽ സുധി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, സുധി നിന്നോട് ഞാൻ തല്ലാനാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ നീ അവിടെ മിണ്ടാണ്ടിരിക്കുക, അവളെ ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവെക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ വീണ്ടും പറയുന്നുണ്ട്, സുധിച്ചേട്ടാ തല്ലല്ലേ, തല്ലിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഡൊമസ്റ്റിക് വയലൻസാണ്, സുധിയേട്ടനെ പോലീസ് പിടിച്ചോണ്ടും പോകുമെന്ന് പറയുമ്പോഴേക്കും സുധി ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടി കുറേ നേരം ആയല്ലോ പോലീസ് പോലീസ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഇവളെ തല്ലിയിട്ട് പോലീസ് എന്നെ പിടിച്ചോണ്ടും പോവാണെങ്കിൽ പോവട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവളെ തല്ലുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഓടിപ്പോയി ശ്രുതിയെ വീണ്ടും കുറേ തല്ലുവാണ്. എല്ലാവരും കൂടി പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടൊന്നും ചന്ദ്ര മാറുന്നില്ലേ, ശ്രുതിയെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്രുതി അത് പറയുവാണ്. കാരണം ശ്രുതിയെ ഇട്ട് ഒരുപാടായാലും തല്ലുന്നത് ശ്രുതിക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ശ്രുതിക്ക് ഇപ്പോഴും ശ്രുതിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുവാണ്, അമ്മയൊന്ന് നിർത്തുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ശ്രുതിയെ നോക്കുവാണ്. കാരണം ആദ്യമായിട്ടാണ് തൻ്റെ മകൻ തനിക്കെതിരായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര അത് കേൾക്കാതെ വീണ്ടും തല്ലാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയോട് നിർത്താനല്ലേ പറഞ്ഞത്, ഇനി തല്ലണമെങ്കിൽ എന്നെയും കൂടി തല്ല്, എന്നെയും ശിക്ഷിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര നേരെ ശ്രുതിയുടെ നേർക്ക് തിരിയുവാണ്. എല്ലാവർക്കും അതൊരു ഷോക്കാവാണ്. കാരണം ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ശ്രുതിക്കും ഷോക്കാവുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുവാണ്, അമ്മേ ശിക്ഷിക്കാനാണെങ്കിൽ എന്നെയും കൂടി ശിക്ഷിക്കുക, ഞാനും ഈ പ്രശ്നത്തിൽ തെറ്റുകാരനാണെന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്, നീ എന്താടാ ഈ പറയുന്നത്, നീ തെറ്റുകാരനാണെന്നോ, നീ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ തെറ്റുകാരനാവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയായിരുന്നു, ആ വന്ന മനുഷ്യൻ ഇവളുടെ ഇളയച്ചനല്ല എന്നുള്ള കാര്യം ശ്രുതി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. ചന്ദ്ര ശ്രുതിയുടെ അടുത്തോട്ടായിട്ട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താടേ പറയുന്നത്, നിനക്കറിയായിരുന്നെന്നോ എന്ന് പറഞ്ഞിട്ട് മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുവാണ് ശ്രുതിയുടെ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതേ അമ്മേ എനിക്കറിയായിരുന്നു, ശ്രുതി എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു, അയാൾ അവളുടെ ഇളയച്ചനല്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി കയറി ഇടപെടുന്നുണ്ട്, ഇവൻ ഇതൊക്കെ വെറുതെ പറയുവാണ് വെച്ചാ, ഇവൻ ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കാരണം ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ എന്തെങ്കിലും അമ്മയോട് ഇവൻ എല്ലാ രഹസ്യങ്ങളും ഷെയർ ചെയ്യുന്ന ഇവൻ ഇത് മാത്രം എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം സച്ചി ചോദിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ വർഷയും ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ സുധിയേട്ടൻ എന്തറിഞ്ഞാലും അമ്മയോട് പറയുന്നതല്ലേ, പിന്നെന്താ ഈ വിവരം പറയാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അത് പിന്നെ പേടിച്ചിട്ട, അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അമ്മക്ക് നല്ല ദേഷ്യം വരുമെന്നും എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും 2 കൊടുക്കുന്നുണ്ട് ശ്രുതിക്കിട്ട്. ശ്രുതിക്ക് വല്ലാത്ത ഷോക്കാവാണ്. അതിൻ്റെ അപ്പുറത്തൊരു സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം ശ്രുതി ആദ്യമായിട്ട് തനിക്ക് വേണ്ടി ഒപ്പം നിന്ന് സംസാരിച്ചല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത്, നിനക്കറിയായിരുന്നോ എന്നോ, നിനക്കൊന്നും അറിയില്ല, അതെനിക്ക് ഉറപ്പാ. കാരണം അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോലും നീ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് നിന്നത്, നീ നിൻ്റെ ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പോലും നിനക്ക് സംശയമാണെന്നൊക്കെ അന്ന് നീ പറഞ്ഞില്ലേ, അതൊക്കെ പിന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ അമ്മയുടെ അപ്പോഴത്തെ ആ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, എന്നെയും കൂടി തല്ലുവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്കറിയായിരുന്നു വെച്ചാൽ സത്യമായിട്ട് എനിക്കറിയായിരുന്നു, നിങ്ങളൊക്കെ എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും അച്ചമ്മ ശ്രുതിയുടെ അടുത്തോട്ടായിട്ട് വരുന്നുണ്ട്, എടാ ശ്രുതി നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ, എന്നിട്ടാണോടാ നിൻ്റെ അമ്മ നിൻ്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നത്, നീ എന്തൊരു ഭർത്താവാടാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഉത്തരവില്ലാതെ തലയും കുനിച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും എന്നിട്ട് പറയുന്നുണ്ട്, അച്ചമ്മേ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ട് അന്ന് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു, അതാണ് അങ്ങനെ നിന്നത്. പക്ഷേ ഇപ്പോഴും അമ്മ ശ്രുതിയെ തല്ലുന്നത് കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സ് നിന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചന്ദ്ര വീണ്ടും പോയി ശ്രുതിക്കിട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രുതിയെ തല്ലുന്നത് നിർത്തിയിട്ട് ശ്രുതിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ 2 പേരും കൂടി ചേർന്നാണല്ലേ എന്നെ മണ്ടിയാക്കിയത്, നിങ്ങൾ 2 പേരും ഇതൊക്കെ കണ്ട് രസിക്കുമായിരുന്നല്ലേ, ഞാൻ എല്ലാം വിശ്വസിച്ചൊരു പൊട്ടിയെ പോലെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കതൊരു രസമായിരുന്നു, കൊള്ളാടാ മോനെ, നീയും കൂടി ചേർന്നാണല്ലേ എന്നെ പറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ രേവതി വന്ന് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും രേവതിയെ ചീത്ത പറയുന്നുണ്ട്, നീ ഒന്ന് പോടി, നിൻ്റെ സമാധാനമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നിനക്ക് വേറെ
പണിയൊന്നുമില്ലേ, അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, നമുക്കിതിൽ ഇടപെടാനൊന്നും നിൽക്കണ്ട, നമുക്കെല്ലാം കാഴ്ചക്കാരായിട്ട് നിന്ന് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നിനക്കിപ്പോഴെങ്കിലും ഇനി സത്യം മനസ്സിലായില്ലേ, അവളെ തല്ലിച്ചതച്ചത് മതി, ഇവനെയും തല്ലിച്ചതച്ചത് മതി, ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തിയ, നിന്റെ അത്യാഗ്രഹ എല്ലാത്തിനും കാരണം, പണത്തോടുള്ള നിന്റെ ആർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനും അച്ചമ്മയും കൂടി ചന്ദ്രയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നത്, ഇനി എല്ലാവരും കൂടി എൻ്റെ നേർക്ക് തിരിഞ്ഞു, ഞാനാണല്ലോ കുറ്റക്കാരി, ഞാൻ മാത്രമാണ് നിങ്ങളുടെ കണ്ണിലെല്ലാം കുറ്റക്കാരി, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുവാണ് കേട്ടോ. നീ എന്നോട് മിണ്ടണ്ടടാ, നീ പോടാ, നിന്നെ എനിക്ക് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുവാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായില്ലേ, ഇനി നമുക്ക് സമാധാനത്തോടെ അവളോട് ചോദിക്കാം, എന്തിനാണ് ഇത്രയധികം കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ശ്രുതിയുടെ നേർക്ക് പോവാണ്. പറ മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മേ അത് പിന്നെ ആൻറ്റി ശ്രുതിയെ ഒരു പണക്കാരിയെ കൊണ്ട് മാത്രമേ കെട്ടിക്കുള്ളൂ എന്നൊരു തീരുമാനമാണല്ലോ എടുത്തിരുന്നത്, ആൻറ്റിയുടെ ലക്ഷ്യം തന്നെ അതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മയുടെ ജീവിതോദ്ദേശം തന്നെ അതായിരുന്നു, മോനെ ഒരു പണക്കാരിയെ കൊണ്ട് കെട്ടിക്കണം എന്ന്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കള്ളങ്ങളൊക്കെ പറഞ്ഞത്, ഞാനൊരു സാധാരണക്കാരിയായ എനിക്ക് ആൻറ്റി എന്തായാലും ശ്രുതിയെ കെട്ടിച്ചു തരില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചി അപ്പം മലേഷ്യക്കാരിയൊന്നും അല്ലേ, ശ്രുതി ചേച്ചിയുടെ അച്ഛൻ ബിസിനസ് മാനൊന്നും അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വീണ്ടും ഒരു ചെറിയൊരു കള്ളങ്ങൾ ഒപ്പിച്ചിട്ട് കഥയൊക്കെ ഫില്ല് ചെയ്യുവാണ് ശ്രുതി. ഞാൻ മലേഷ്യക്കാരി തന്നെയാണ്, ജനിച്ചതൊക്കെ മലേഷ്യയിലാണ്, എൻ്റെ അച്ഛൻ വലിയൊരു കള്ളുകുടിയനായിരുന്നു, നല്ലതുപോലെ കുടിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനൊരു മോളെയല്ലേ പ്രസവിച്ചത്, അപ്പോൾ പിന്നെ അങ്ങനെ കുടിക്കാതെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ്. ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും കഥകൾ പറയുവാണ്. എൻ്റെ അച്ഛന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അച്ഛൻ ആ പെണ്ണിൻ്റെ കൂടെ തന്നെയായിരുന്നു, ചെറുപ്പത്തിൽ മൊത്തം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു, അമ്മ അച്ഛനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴേക്കും അമ്മയെ ചവിട്ടി പുറത്താക്കി, പിന്നെ അമ്മ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ഡിപ്രഷൻ താങ്ങാനാവാതെ അമ്മയും മരിച്ചു, ചെറുപ്പത്തിൽ മൊത്തം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അമ്മയെ വേണ്ടാത്ത അച്ഛനെ ഞാനും വിളിക്കാനോ കാണാനോ ഒന്നും നിന്നില്ല, ചെറുപ്പം തൊട്ടേ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. അമ്മയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ ആരും ഇല്ലായിരുന്നു, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്താണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്, അതിൻ്റെ ഇടയിലാണ് മീരയെ പരിചയപ്പെട്ടത്, എനിക്കാകെയുള്ളത് മീര മാത്രം എനിക്ക് ബന്ധുവെന്നും സുഹൃത്തെന്നും പറയാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി കരയുവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ടൈമിലാണ് ഞാൻ ശ്രുതിയെ പരിചയപ്പെട്ടപ്പോഴേക്കും എനിക്ക് താങ്ങും തണലുമായിട്ട് ശ്രുതി ഉണ്ടാകും എന്ന് ഞാൻ കരുതി. പക്ഷേ പിന്നീടാണ് ബാമാൻറ്റിയുടെ വീട്ടിൽ വെച്ച് ഞാൻ ചന്ദ്ര ആൻറ്റിയെ കാണുന്നത്, പക്ഷേ ചന്ദ്ര ആൻറ്റിയുടെ മകനാണ് ശ്രുതി എന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്, അതും ചന്ദ്ര ആൻറ്റി പണക്കാരിയെ കൊണ്ട് മാത്രമേ ശ്രുതിയെ കെട്ടിക്കൊള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു കള്ളം എനിക്ക് പറയേണ്ടി വന്നു, കാരണം ശ്രുതിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണ്. കല്യാണം കഴിയുമ്പോഴെങ്കിലും നിങ്ങളോട് സത്യം പറയാമെന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ നീ പറയാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞപ്പോഴും ആൻറ്റിക്ക് എന്നോടുള്ള ചോദിക്കാനുള്ള ആകെയുള്ള ചോദ്യങ്ങൾ മോൾക്ക് എത്ര സ്വത്തുണ്ട്, അച്ഛൻ എപ്പോൾ വരും, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്, ആൻറ്റിയുടെ നോട്ടം മൊത്തം എൻ്റെ സ്വർണത്തിലും പണത്തിലും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ, പണത്തിൻ്റെ എന്ത് ആവശ്യം വന്നാലും എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇളയച്ഛനെ ഇറക്കി ഞാൻ അങ്ങനെ ഒരു കള്ള നാടകം കളിച്ചത്, എനിക്ക് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പേടിയായിരുന്നു, ആൻറ്റി എപ്പോൾ നോക്കിയാലും ഈ പൈസയും കാശും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ പുതിയ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് നീ ഇത്രയധികം കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നുണ്ട്. കേട്ടില്ല ചന്ദ്രേ, നിന്റെ അത്യാഗ്രഹം കാരണമാണ് അവൾ ഇങ്ങനെ ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞത്, നിന്റെ പണത്തോടുള്ള ആർത്തി അതൊന്ന് മാറ്റി ചന്ദ്രേ, ഇനിയെങ്കിലും എല്ലാവരെയും ഒരുപോലെ കണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. വീണ്ടും ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇതേ തുടർന്നിട്ട് ശ്രുതിയെ കൊണ്ട് സത്യങ്ങളും ജീവിത രഹസ്യങ്ങളൊക്കെ അച്ചമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പോഴേക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചന്ദ്രയെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞ ആ ഒരു വാക്കിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. കാരണം ശ്രുതി ആദ്യമായിട്ടാണ് ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രയെ ധിക്കരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.